ഹലോ എവരിവൺ, വെൽക്കം ടു സ്റ്റഡി ഗൈഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ വാക്ക് അലോൺ എന്ന കവിതയുടെ സമ്മറിയാണ്. ആദ്യം നമുക്ക് രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് നോക്കാം. അദ്ദേഹം ഒരു പോയറ്റാണ്, ആർട്ടിസ്റ്റാണ്, മ്യൂസീഷ്യനാണ്, ഫിലോസഫറാണ്. അദ്ദേഹം പലപ്പോഴും ഗുരുദേവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമായ ഗീതാഞ്ജലി 1913 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹമായി. അദ്ദേഹം ഒരു വലിയ സാഹിത്യ പ്രതിഭ മാത്രമായിരുന്നില്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു വലിയ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയും പിന്നെ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ ഷോണാർ ബംഗ്ലായും രചിച്ചത് അദ്ദേഹമാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാക്ക് അലോൺ എന്ന ഈ കവിതയുടെ മുഖ്യ സന്ദേശം ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പഠിക്കുക എന്നതാണ്. ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ആൻസർ: If no one listens to your call, then you must walk on alone. Move on alone, move on alone, and move on alone. If no one speaks to you, oh my hapless one. If everyone turns the other way, if everyone is afraid, then open your heart and speak out your mind alone. ഫസ്റ്റ് ആൻസറിൽ പറയുന്നത്, നീ ഒരാളെ വിളിക്കുമ്പോൾ ആരും മറുപടി പറയാത്ത പക്ഷം ഭയപ്പെടാതെ പിന്മാറാതെ തനിച്ചായാലും മുന്നോട്ട് നടക്കുക എന്നതാണ്. മറ്റുള്ളവർ നമ്മോടൊപ്പം വരുന്നില്ലെങ്കിൽ പോലും ധൈര്യത്തോടെ തുടക്കം കുറിക്കുക, മുന്നോട്ട് പോവുക. ഹാപ്ലെസ് വൺ എന്ന് ഉദ്ദേശിക്കുന്നത് നിർഭാഗ്യവനായ മനുഷ്യനാണ്. തന്നോടാരും വർത്തമാനം പറയാനില്ലെങ്കിൽ, എല്ലാവരും പുറംതിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ, എല്ലാവർക്കും പേടിയാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളു തുറന്ന്, നിങ്ങളുടെ ഹൃദയം തുറന്ന് ഒറ്റയ്ക്ക് തന്നെ സംസാരിക്കുക എന്നാണ് കവിയോട് പറയുന്നത്. ഇതിലെ പ്രധാന ആശയം എന്ന് പറയുന്നത് സ്വതന്ത്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള ധൈര്യം നമുക്ക് വേണം എന്നതാണ്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. ഇഫ് എവരിവൺ ടേൺസ് അവേ, ഓ മൈ ഹാപ്ലെസ് വൺ. ഇഫ് ആസ് യു വാക്ക് അലോൺ ഓൺ എ ഡാർക്ക് റോഡ്, നോ വൺ ജോയിൻസ് യു ഓൺ യുവർ ജേർണി, then you must crush the thorns in your path with your bleeding feet and walk ahead alone. സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്നത്, നിർഭാഗ്യവനായ മനുഷ്യ, എല്ലാവരും പുറം തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ തനിയെ ഇരുട്ട് നിറഞ്ഞ വഴിയിൽ കൂടി സഞ്ചരിക്കുകയും ആരും നിങ്ങളോടൊപ്പം കൂടാതിരിക്കുകയും ചെയ്താൽ ചോരയൊലിക്കുന്ന കാലുകൾ കൊണ്ട് തന്നെ വഴിയിലുള്ള മുള്ളുകളെ ചവിട്ടി ഒതുക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് മുന്നേറുകയും വേണമെന്നാണ്. ഈ സ്റ്റാൻസയിലെ പ്രധാന ആശയം എന്താണെന്ന് വെച്ചാൽ, പ്രതിസന്ധികളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ധൈര്യപൂർവ്വം ആത്മവിശ്വാസത്തോടെ മുന്നേറിപ്പോകണമെന്നാണ്. ഇനി നമുക്ക് തേർഡ് സ്റ്റാൻസ നോക്കാം. ഇഫ് നോ വൺ ഹോൾഡ്സ് അപ്പ് എ ലൈറ്റ്, ഓ മൈ ഹാപ്ലെസ് വൺ. If on a dark, stormy and rainy night, everyone seeks refuge behind a closed door, then with the flame from a roaring lightning, set your own heart on fire and shine alone that many may aspire. ഇവിടെ കവി പറയുന്നത്, നിർഭാഗ്യവനായ മനുഷ്യ, ഇരുട്ടും കൊടുങ്കാറ്റും മഴയുള്ള രാത്രിയും ആരും നിനക്ക് വെളിച്ചം തന്നില്ലെങ്കിൽ, എല്ലാവരും അടച്ചിട്ട വാതിലിന് പുറകിൽ അഭയം തേടുകയാണെങ്കിൽ, കത്തുന്ന ഇടിമിന്നലിൽ നിന്നും തീയെടുത്ത് നീ നിന്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കുക, അങ്ങനെ തിളങ്ങുക. അതാണ് പലരും ആഗ്രഹിക്കുന്നത് എന്നാണ്. ഇവിടെ കവി പറയുന്നത്, ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം, അവയെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് നേരിടേണ്ടത്. ആരും നമ്മോടൊപ്പം ചിലപ്പോൾ ഉണ്ടാവില്ല. ആരും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോകരുത്. ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടു കൂടി മുന്നേറണം. അവിടെ ഇരുട്ടാണെങ്കിൽ വെളിച്ചം നമ്മൾ തന്നെ കണ്ടെത്തണം. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാക്ക് അലോൺ എന്ന ഈ കവിതയുടെ മുഖ്യ സന്ദേശം ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പഠിക്കുക എന്നതാണ്.
കവിതയിലെ ഇരുട്ട്, മുള്ളുകൾ, കൊടുങ്കാറ്റ് എന്നിവ ജീവിതത്തിലെ പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും സൂചിപ്പിക്കുന്നു. അവയെ ജയിക്കാൻ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള പ്രകാശത്തെ തെളിയിക്കണം. അതാണ് ആത്മവിശ്വാസത്തിൻ്റെ യഥാർത്ഥ അർത്ഥമെന്ന് കവി ഓർമ്മപ്പെടുത്തുന്നു. ഇതിലൂടെ ടാഗോർ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വ്യക്തി തൻ്റെ മനസ്സിലെ കരുത്തിനെയാണ് ആശ്രയിക്കേണ്ടത് എന്നാണ്. അതേപോലെ തന്നെ ധൈര്യവും സ്വാതന്ത്ര്യവും നിറഞ്ഞ വ്യക്തിത്വം ജീവിതത്തിലെ ഏതൊരിട്ടിലും പ്രകാശമായി നിലകൊള്ളുമെന്നും ടാഗോർ ഈ കവിതയിലൂടെ പറഞ്ഞു തരുന്നു.